വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ബന്ധപ്പെട്ട കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ആ ഒരു തലത്തിൽ അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ കൂടെ അത് മിക്സ് ചെയ്യാതെ അങ്ങ് പോകണം. ഒരു കാര്യം കൂടി, താങ്കൾ HR ഡയറക്ടർ സ്ഥാനത്ത് തുടരുന്നതിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിനൊക്കെ രംഗത്തെത്തിയിരുന്നു. താങ്കൾക്ക് വേണ്ടിയാണ് അങ്ങനെ 60 വയസ്സിലേക്ക് ഉയർത്തുന്നത് എന്നുള്ള തരത്തിൽ ആക്ഷേപം വരുന്നത്. വ്യക്തിപരമായി താങ്കൾക്കെതിരെയാണ്. എനിക്ക് 60 വയസ്സായില്ല, ഇനി 4-5 വർഷമുണ്ട്. എനിക്കറിയില്ല, പെൻഷൻ പ്രായം കൂട്ടുന്നതിനുള്ള തീരുമാനം പോലും എടുക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ്. അതായത് 4-5 വർഷം കഴിഞ്ഞിട്ടുള്ളത് ഇന്നേയോ. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ പറയുന്നത് എനിക്കത് അറിയില്ല. ഞാൻ ഈ ക്യാമ്പയിന്റെ ഇതൊന്നും ഞാൻ കണ്ടില്ല. എനിവേ ഇനിയും കുറെ നാളുണ്ട്, അതുകൊണ്ട് ഞാനത് കരക്കി പോയില്ല. ഡയറക്ടർ എന്നുള്ള നിലക്ക് ഇതിന്റെ ഗവേണിംഗ് ബോർഡിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ താങ്കൾ അംഗമാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ബോഡികൾ എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് താങ്കൾക്ക് പറയാൻ പറ്റുമല്ലോ. അല്ല, ഇന്നത്തെ ഇതുമായിട്ട് അത് മിക്സ് ചെയ്യണ്ട എന്നാണ് എന്റെ ഒരു വിനീതമായ ഒരു റിക്വസ്റ്റ്. അതാണ് നമ്മുടെ ഒരു പ്രൈമറി അജണ്ട മാറിപ്പോകണ്ട കാര്യം. നമ്മള് ഇപ്പൊ തന്നെ മഴ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു അവസ്ഥ അറിയാമല്ലോ. ഇപ്പൊ റെഡ് അലർട്ട് ഇപ്പൊ 3-4 ജില്ലകളിലുണ്ട്. അപ്പൊ ഇതിങ്ങനെ പോകലല്ലാതെ ഞങ്ങള് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. അപ്പൊ 9 എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, 7 പോളിടെക്നിക് കോളേജസ് ഉണ്ട്, 45 അപ്ലൈഡ് സയൻസ് കോളേജുകളുണ്ട്, 15 ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. അപ്പൊ ടെക്നിക്കലായിട്ടുള്ള ഇഷ്ടംപോലെ കാര്യങ്ങൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു യുഗത്തിൽ ചെയ്യാനുണ്ട്. അപ്പൊ ഈ ഒരു അവയർനെസ് നാളത്തെ അറിയാലോ. ഇപ്പൊ നമ്മൾ നാളത്തെ ഈ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ന്യൂസുകളാണ് ഇപ്പൊ വന്നിട്ടുള്ളത് താങ്കൾക്ക് അറിയാലോ. അപ്പൊ ഇതൊരു അല്ല, ഞാൻ പറഞ്ഞോട്ടെ, അല്ല, ഇതിന്റെ ഒരു പ്രാധാന്യം കളയണ്ട. നമുക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം ഇനി ഇതിനെപ്പറ്റി സംസാരിക്കാം. ഞാൻ ഇന്ന് ഇതിനെപ്പറ്റി സംസാരിക്കും. ഇതിനു മുമ്പ് പത്രസമ്മേളനം വിളിച്ചിരുന്നതാണ്. നമ്മളിപ്പോ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഇന്റർനാഷണൽ കോൺക്ലേവ് നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ നമ്മള് കേരളത്തിലെ ആദ്യത്തെ ഇന്റർനാഷണൽ ജേർണൽ ഓൺ സയൻസ് ടെക്നോളജി ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ട് സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആദ്യത്തെ റിസർച്ച് ജേർണൽ ഞങ്ങള് കഴിഞ്ഞ വർഷം ഇറക്കിയാണ്. ഗവൺമെന്റ് മേഖലയിൽ ഇതുവരെ ആരും ഇറക്കിയിട്ടില്ല. അപ്പൊ അതിന്റെ ഫസ്റ്റ് എഡിഷൻ കഴിഞ്ഞ വർഷം ഇറക്കി. ഇപ്പൊ നമ്മള് 2 ആഴ്ചക്ക് മുമ്പേ ജപ്പാനിൽ നിന്നുള്ള ഡോക്ടർ അക്കിഹിതോ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പെർട്ട് നമ്മളെ മോഡൽ ഫിനിഷിംഗ് സ്കൂളിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാമിൽ സംസാരം നടത്തിയിരുന്നു, ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. നമ്മുടെ ഫോണിലൊക്കെ ഉള്ള നമ്മൾ കാണുന്ന ചിത്രങ്ങൾ, വീഡിയോകളൊക്കെ തന്നെ എംബെക്ക് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലായിട്ട് അത് കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്, അക്കിഹിതോയാണ്. അപ്പൊ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് നമ്മള് പ്രോഗ്രാം നടത്തിയിരുന്നു. കാരണം നമ്മൾ ആ റിസർച്ചിന്റെ ഇനിഷ്യേറ്റീവ് എല്ലാവർക്കും എത്താൻ വേണ്ടി അപ്പൊ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരികയാണ്. അതുപോലെ തന്നെ ഇപ്പോ ഏറ്റവും വലിയൊരു മസായിരിക്കുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമ്മളൊരു സ്നേഹത്തോടെന്ന് പറഞ്ഞ രീതിയിൽ 100 കേന്ദ്രങ്ങളിൽ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തി. അന്നും പ്രസ് മീറ്റ് നടത്തിയിരുന്നു. മറുപടി പറയേണ്ട ആള് താങ്കളാണ്. ഈ താങ്കളുടെ യോഗ്യത സംബന്ധിച്ചാണ് അലിഗേഷൻ നിരന്തരമായിട്ട് ഉന്നയിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇത് വേറൊരാളോട് ചോദിച്ചിട്ട് കാര്യമില്ല. താങ്കൾക്ക് യോഗ്യത ഇല്ല എന്നുള്ളതാണ് നിരന്തരമായ അലിഗേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. യോഗ്യത ഇല്ലാതെ ഇരിക്കാൻ കഴിയില്ലല്ലോ, സർക്കാർ സ്ഥാപനമല്ലേ, അങ്ങനെയൊക്കെ ഇരിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് ഞാൻ അതിനെ മിക്സ് ചെയ്യണ്ടെന്ന് പറയുന്നത്. കാരണം അങ്ങനെ ആർക്കും ഇരിക്കാൻ കഴിയില്ലല്ലോ. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലേ, ഇതെല്ലാം ഈ പറയുന്നതല്ലേ. ഇപ്പൊ ഇങ്ങനെ ഒരെണ്ണം കൊടുത്തു എന്ന് പറയുന്നത് എനിക്കറിയില്ല. മാഡം നേരത്തെ പറഞ്ഞ പോലെ എന്തോ ഒരെണ്ണം കൊടുത്തു എനിക്കറിയില്ല. സത്യവാങ്മൂലം എന്ന് നിങ്ങൾ പറയുന്നത്, അങ്ങനെ സത്യവാങ്മൂലം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയുന്നുള്ളതാണ് എന്റെ ഗവേണിംഗ് ബോഡിയിലോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലോ ഇവിടുത്തെ പെൻഷൻ പ്രായം 60 ഉയർത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു റെസൊല്യൂഷൻ നിങ്ങൾ പാസ്സാക്കി ഗവൺമെന്റിലേക്ക് അയച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ ആ ഒരു വിഷയത്തെ പറ്റി അതൊരു ഒഫീഷ്യൽ മാറ്ററാണ്. ഞാൻ പറഞ്ഞില്ല, അത് ഔദ്യോഗികമായ ഒരു വിവരമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഔദ്യോഗിക വിവരങ്ങൾ പുറത്തേക്ക് പറയുന്നതിന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ എനിക്ക് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടെന്നും താങ്കൾക്ക് അറിയില്ലേ. എനിക്ക് എല്ലാം അങ്ങ് തുറന്ന് പറയാൻ കഴിയില്ല. പാസ്സാക്കി കൊടുത്തതല്ലേ, ഗവൺമെന്റ് കൊടുത്ത കാര്യം പറയാന്നുള്ളതിന് വിഷയമില്ലല്ലോ.
ഞാൻ പറഞ്ഞത് പാസ്സാക്കിയോ പാസ്സാക്കിയില്ലയോ എന്നുള്ള വിഷയം അലിഗേഷൻ വരുന്നത് അത് തുറന്നു പറയുന്നതിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ എന്നെ അർപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതിനനുസരിച്ചല്ലേ എനിക്ക് പോകാൻ കഴിയുള്ളൂ. അലിഗേഷൻ വരുന്നത് ഇതിന്റെ ഒരു ബോഡിയും അറിയാതെയാണ് ഈ ഒരു സാധനം ഗവൺമെന്റിൽ എത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ അലിഗേഷനുകൾക്ക് മറുപടി പറയാൻ ഞാൻ ഇന്ന് ഈ അവസരം ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഓക്കെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, IHRD ഏതെങ്കിലും മറ്റു സ്ഥാപനങ്ങൾ ടേക്ക് ഓവർ ചെയ്യാനുള്ള പ്ലാൻ വല്ലതും ഉണ്ടോ? ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജോ അങ്ങനെ എന്തെങ്കിലും IHRDയുടെ മുമ്പിലുണ്ടോ? അതായത് മറ്റൊരു സ്ഥാപനം ഏറ്റെടുക്കാനുള്ള പരിപാടി വല്ലതും ഉണ്ടോ? വേറെ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജ് അങ്ങനെ ഏറ്റെടുക്കാനുള്ള പദ്ധതി? മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് IHRD ഏറ്റെടുക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ ചർച്ചകൾ നടന്നു വരികയാണ്. ഇപ്പോ CCEK എന്ന് പറയുന്ന സെന്റർ ഫോർ കണ്ടിന്യൂ എഡ്യൂക്കേഷന്റെ കീഴിലാണ് അത് നടക്കുന്നത്. അവർക്ക് അത് നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്. IHRDയുടെ കോളേജുകളെല്ലാം ഫലപ്രദമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ഞങ്ങളോട് അത് ഏറ്റെടുത്ത് ഭംഗിയായി നടത്തണമെന്ന് സർക്കാർ പറഞ്ഞിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സർക്കാർ തലത്തിൽ നടക്കുകയാണ്. കഴിഞ്ഞിടയ്ക്ക് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും CCEK ഭാരവാഹികളും IHRD ഭാരവാഹികളും ചേർന്നുള്ള ഒരു മീറ്റിംഗ് ലാസ്റ്റ് മന്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ തീരുമാനവും IHRD ഇത് അടുത്ത് തന്നെ ഏറ്റെടുക്കുന്നുണ്ട്. ഇതൊരു അധികമായിട്ടുള്ള ഫിനാൻഷ്യൽ ബേർഡൻ അല്ലേ സത്യത്തിൽ? ഫിനാൻഷ്യൽ ബേർഡൻ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം പലതിനെയും. പക്ഷെ സർക്കാരിന്റെ സ്ഥാപനമാണ് IHRD, അതും സർക്കാരിന്റെ സ്ഥാപനമാണ്. സർക്കാർ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക, അതിനെയും ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോവുക, ഇതാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ. താങ്ക് യു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.